ഇപ്പോൾ വി.ഡി. സതീശൻ, നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കെ.സി. വേണുഗോപാലിന്റെ വീട്ടിലാണുള്ളത്. അവിടെ ചർച്ച നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിജിൻ വായാന്തോട് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. വിജിൻ, ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര മന്ത്രിസ്ഥാനം നൽകാനുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഒരാൾക്ക് കൂടി മന്ത്രിപദം വേണമെന്നുള്ള നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ഇനി കാണുന്നത് വി.ഡി. സതീശൻ കെ.സി. വേണുഗോപാലിനാണ്. അദ്ദേഹം ആവശ്യപ്പെടുന്നത് 8 മന്ത്രിസ്ഥാനം വേണമെന്നുള്ള കാര്യത്തിലാണ്. അദ്ദേഹം ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണോ? എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് നടക്കുന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്? അതായത് 8 മന്ത്രിസ്ഥാനം വേണം എന്നുള്ള നിലപാടാണ് നിലവിൽ കെ.സി. വേണുഗോപാൽ സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി സമ്മർദ്ദമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ടതിന് ഒപ്പം തന്നെ കടുത്ത അനീതി തന്നോട് കേരളത്തിലെ കോൺഗ്രസ് കാണിച്ചു എന്നുള്ളൊരു അതൃപ്തി ഇപ്പോഴും കെ.സി. വേണുഗോപാലിന് നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ മന്ത്രിമാരുടെ കാര്യത്തിൽ ഒരു തരത്തിൽ വിട്ടുവീഴ്ചയും വേണ്ട എന്നുള്ള നിലപാടിലേക്ക് കെ.സി. വേണുഗോപാൽ എത്തിയത്. 6 മന്ത്രിമാരും താൻ മുന്നോട്ട് വെച്ച 8 വരെയുള്ള മന്ത്രിമാരുടെ ലിസ്റ്റ് അത് സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കേണ്ട ലിസ്റ്റുകളാണ് എന്നുള്ള നിലപാടാണ് നിലവിൽ കെ.സി. വേണുഗോപാൽ സ്വീകരിച്ചിട്ടുള്ളത്. അതിന് പ്രധാന കാരണം അതിൽ മുതിർന്ന നേതാക്കളുണ്ട്, ഒപ്പം തന്നെ 2-ൽ കൂടുതൽ തവണ നിയമസഭാ അംഗങ്ങളായ നേതാക്കളുണ്ട്. സാമുദായിക പരിഗണന പരിഗണിച്ചാൽ അതുണ്ട്, വനിതാ പ്രാതിനിധ്യം പരിഗണിച്ചാൽ അതുണ്ട്. അങ്ങനെ എല്ലാം ചേർന്ന പട്ടികയാണ് തന്റെ പട്ടിക. അതുകൊണ്ട് തന്നെ ആ പട്ടികയ്ക്ക് അംഗീകാരം നൽകണം. തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയതുപോലെ തന്റെ ഈ പട്ടികയും അവഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിലവിൽ എന്തായാലും കെ.സി. വേണുഗോപാൽ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതേ നിലപാടാണ് നിലവിൽ കെ.സി. വേണുഗോപാൽ തുടരുകയും ചെയ്യുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ വി.ഡി. സതീശൻ, നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കെ.സി. വേണുഗോപാലിനെ കാണാനായി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. നേരത്തെ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ടാണ് കെ.സി. വേണുഗോപാൽ തിരുവനന്തപുരത്ത് എത്തിയത്. ഇന്ന് ഉച്ചയോടെ അടുത്തിട്ടും രമേശ് ചെന്നിത്തല വീട്ടിലും ഒപ്പം തന്നെ ഈ മുസ്ലിം ലീഗ് നേതാക്കളെയും ഒക്കെ സന്ദർശിച്ചെങ്കിലും വി.ഡി. സതീശൻ കെ.സി. വേണുഗോപാലിനടുത്തേക്ക് എത്തിയില്ല എന്നുള്ള പരാതി അത് കെ.സി. വേണുഗോപാലിനും ഒപ്പം തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിൽ ഒക്കെ ഉണ്ടായിരുന്നു. മുതിർന്ന നേതാവ് ഒപ്പം തന്നെ എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ഒക്കെ ആയിട്ടുള്ള കെ.സി. വേണുഗോപാലിനടുത്തേക്ക് എത്താത്തതിൽ ഒരു പ്രതിഷേധവും പരാതിയും ഒക്കെ ഉയരുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് വി.ഡി. സതീശൻ ഇപ്പോൾ കെ.സി. വേണുഗോപാലിനെ കാണാൻ എത്തിയിട്ടുള്ളത്. എന്തായാലും പ്രാഥമികമായ ഒരു പട്ടിക അത് ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അപ്പുറം ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. മന്ത്രിമാരുമായി ബന്ധപ്പെട്ട അതിന്റെ ഓരോ വിഭാഗങ്ങളിൽ, അതായത് മത സാമുദായിക സന്തുലനമൊക്കെ പാലിച്ച് ഒപ്പം തന്നെ പ്രാദേശിക വികാരങ്ങൾ, പ്രാദേശിക കണക്കുകൾ ഒക്കെ നോക്കിയുള്ള പട്ടിക, പ്രാഥമികമായി തയ്യാറാക്കിയ പട്ടിക ഉൾപ്പെടെ നിലവിൽ കെ.സി. വേണുഗോപാലുമായുള്ള ആശയവിനിമയത്തിൽ ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടയിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന പേരുകൾ, ആ പേരുകൾക്ക് എന്തായാലും പരിഗണന നൽകിയേ പറ്റൂ എന്ന നിലപാട് കെ.സി. വേണുഗോപാൽ ഈ കൂടിക്കാഴ്ചയിലും സ്വീകരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ കെ.പി.സി.സി പ്രസിഡന്റ് ഒപ്പം തന്നെ യു.ഡി.എഫ് കൺവീനർ ഉൾപ്പെടെയുള്ളവരും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും കെ.സി. വേണുഗോപാലിന്റെ വീട്ടിലെത്തുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനിടയിൽ രമേശ് ചെന്നിത്തല ഒരുപക്ഷെ കെ.സി. വേണുഗോപാൽ അങ്ങോട്ട് പോയി സന്ദർശിക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല. അതിനുശേഷം ആലപ്പുഴയിലേക്ക് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പുറപ്പെടും എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. പക്ഷേ അദ്ദേഹം അപ്പോഴും വീട്ടിൽ തുടരുകയായിരുന്നു. അതിനിടയിലാണ് എന്തായാലും വി.ഡി. സതീശൻ ഇപ്പോൾ കെ.സിയെ കാണാനായി നിലവിൽ എത്തിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ളൊരു വിട്ടുവീഴ്ച എന്തായാലും നിലവിൽ മന്ത്രിമാരുടെ കാര്യത്തിൽ കെ.സി. വേണുഗോപാലിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതിനപ്പുറം ഒരു സമവായത്തിലേക്ക്, അതായത് രമേശ് ചെന്നിത്തലയുടെ കടുംപിടുത്തം അതൊക്കെ ഒഴിവാക്കാനുള്ള ഏതെങ്കിലും ഒരു സമവായ നീക്കങ്ങളിലേക്ക്, ഒപ്പം തന്നെ സമവായത്തിനായുള്ള ഒരു ഫോർമുലയിലേക്ക് ഒക്കെ ഈ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും എ.ഐ.സി.സിയുടെ മുതിർന്ന നേതാവാണ്, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടി ഇക്കാര്യത്തിൽ വിവിധ വിഭാഗങ്ങളെ ഒരുമിച്ച് നിർത്തി കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട, മന്ത്രിമാരെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം ഈ അദ്ദേഹം നൽകിയ പട്ടികയ്ക്കപ്പുറം ഉണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ചർച്ചകൾ, ആശയവിനിമയം ഒക്കെ വി.ഡി. സതീശൻ നടത്തും. അതിനുശേഷമായിരിക്കും എന്തായാലും അന്തിമമായ പട്ടിക തയ്യാറാക്കുക. പക്ഷേ അതിനിയും കടമ്പകൾ ഏറെ ഉണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഇനി ഏകദേശം മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഹൈക്കമാൻഡിന് അന്തിമമായ പട്ടിക സമർപ്പിക്കുകയും അതിന് അംഗീകാരം വാങ്ങുകയും വേണം. അതിനുശേഷം നാളെ തന്നെ ഗവർണർക്ക് മന്ത്രിമാരുടെ പട്ടിക കൈമാറുകയും വേണം. 21 മന്ത്രിമാരും ഒരുമിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളതാണ് നിലവിൽ യു.ഡി.എഫ് നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് ഘടകകക്ഷികളുമായി, ഏകദേശം മുസ്ലിം ലീഗുമായി ഒക്കെ നിലവിൽ അവർ ഉഭയകക്ഷി ചർച്ച പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ കേരള കോൺഗ്രസ് മാത്രമാണ് നിലവിൽ ഒരു 2ാമത് മന്ത്രി വേണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവരുമായി വീണ്ടും ചർച്ച നടത്തുന്നുണ്ട്. അതിൽ ഏകദേശം തീരുമാനവും ധാരണയും ഒക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാനും കഴിയും. പക്ഷേ അപ്പോഴും കോൺഗ്രസിന്റെ മന്ത്രിമാർ ആരൊക്കെ എന്നുള്ള പട്ടിക തയ്യാറാക്കുക എന്നതാണ് വലിയ കടമ്പയായി ഇപ്പോഴും നിലനിൽക്കുന്നത്. ഏത് രീതിയിൽ അത് പരിഹരിക്കാൻ വി.ഡി. സതീശന് കഴിയും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്.
യെസ്, അതെന്തായാലും കാത്തിരുന്ന് കാണണം. ഇപ്പോൾ വിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 8 പേരുടെ ലിസ്റ്റാണ് അദ്ദേഹം KC വേണുഗോപാൽ നൽകിയിട്ടുള്ളത്. അതിൽ അദ്ദേഹം പിന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അദ്ദേഹം ഉറച്ച നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. VD സതീശൻ ഇപ്പോൾ ഉള്ളത് KC വേണുഗോപാലിന്റെ വീട്ടിലാണ്. അതിനുശേഷം അവിടെ നടക്കുന്ന ചർച്ചകൾക്ക് ശേഷമായിരിക്കും എന്തായിരിക്കും തീരുമാനം. അദ്ദേഹം ആവശ്യപ്പെട്ടതുപോലെ 8 MLA മാർക്ക് മന്ത്രിസ്ഥാനം നൽകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരികയുള്ളൂ. വളരെ